വൃശ്ചികം 1 ഇനി ശരണം വിളിയുടെ നാളുകൾ. ഇത്തവണയും അയ്യപ്പനെ കാണാൻ മാലയിട്ട് വ്രതം ആരംഭിച്ചു. ശബരിമലയ്ക്ക് പോകുന്ന വ്രതത്തിൽ മാത്രമാണ് വീട്ടിൽ കർപ്പൂരം കത്തിക്കാറ്. വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ കത്തിച്ച് ആ ഒരു മണം നമ്മുടെ വീട് ആകെ നിറയുമ്പോൾ നമ്മുടെ മനസ്സിനും വീടിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ തോന്നും. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നമ്മൾ അഖണ്ഡനാമത്തിന് പോവാണ് കേട്ടോ. മണ്ഡലമാസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവുന്നതാണ് അഖണ്ഡനാമങ്ങൾ. പക്ഷേ ഓരോ അമ്പലത്തിലും അയ്യപ്പൻ്റെ വ്യത്യസ്ത നാമങ്ങൾ ചൊല്ലിയിട്ടുള്ള അഖണ്ഡനാമങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഈ ഒരു അയ്യപ്പ സേവാ സമിതി ഉള്ളത്. അവിടേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. മാല ഇട്ടിട്ടുള്ള മാളികപ്പുറങ്ങളും സ്വാമിമാരൊക്കെയാണ് ഈ ഒരു മണ്ഡപത്തിൽ കയറിയിട്ട് നാമജപം നടത്താറ്. ബാക്കി എന്നെപ്പോലെയുള്ള മലയ്ക്ക് പോകാൻ ഇപ്പോൾ സാധിക്കാത്തവരൊക്കെ പുറത്തിരുന്ന് അയ്യപ്പ നാമത്തിൽ പങ്കെടുക്കും. കുറേ നേരം അങ്ങനെ ഇരുന്നു. അതിലിങ്ങനെ ലയിച്ചിരിക്കാൻ നല്ലൊരു രസമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നീട് കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ.